ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അവൽ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വടയാണ്. നമ്മുടെ ഈ ഒരു വടയെന്ന് പറയുന്നത് പുറം ഭാഗം ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ മാറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ അവലിലുള്ള എല്ലാ വെള്ളവും ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ 2 സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 3 സ്പൂൺ അളവിൽ തൈര് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള തൈര് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അധികം പുളിപ്പില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് പുളിച്ച തൈരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വടയിലും ആ ഒരു പുളിപ്പ് ഫീൽ ചെയ്യും. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം കൈവച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ നമ്മൾ ആദ്യം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തൈരിൻ്റെയും അതുപോലെ തന്നെ അവൽ കുതിർന്നാണ് ഇരിക്കുന്നത്. ആ ഒരു നനവിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ അളവിൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാൻ പറ്റണം. ഈ പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരിപ്പ് വടയുടെയൊക്കെ ഒരു ഷേപ്പ് ആക്കി ഒന്ന് എടുക്കാം. ഇനി നമുക്ക് ഉഴുന്നുവട പോലെ നടുവിൽ ഹോളിട്ടാണ് ചെയ്യാനായിട്ട് താല്പര്യമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അവലെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് വന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കളറായി കിട്ടും, ഉൾഭാഗം വേകാതെ ഇരിക്കും. അതുകൊണ്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള ബാക്കിയുള്ള അവലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വടയാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഐറ്റം. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.